പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? ഞങ്ങളപ്പോൾ ഉപദേശിമാര് നിങ്ങളെ കാണുമ്പോൾ ചോദിക്കും, അപ്പച്ചാൻ രക്ഷിക്കപ്പെട്ടോ? അപ്പൊ അപ്പച്ചന്മാര് കളിയാക്കിയിട്ട് ചോദിക്കടാ, എനിക്കിത് വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു വൃത്തിയായിരിക്കും, വൃത്തിയല്ല, ഒരു 10, 55, 60 വയസ്സുള്ള ഒരു സ്ത്രീയെ, അവരെന്താണ് കഠിനമായിരിക്കും ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകാണ്, കത്തോലിക്ക മതവിശ്വാസിയാണ്, എനിക്കറിയാം. അവരെ അറിയത്തില്ല, പക്ഷെ അവരുടെ വീട് എനിക്കറിയാം, വീട് ഞാൻ കണ്ടു. ഇന്നവരെ പോകാത്ത ദേശത്താണ്. ഞാൻ അവർക്കൊരു ട്രാക്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, രക്ഷ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചു, സ്നേഹത്തോടെ ചോദിച്ചു. ആ ഒരു ഒറ്റ വാക്ക് കേട്ടപ്പോഴെന്താണ്, അവരെ പുസ്തകം തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഞാനത് മേടിച്ച് വായിച്ചാണ്, പക്ഷെ രക്ഷ പ്രാപിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കിത് വേണ്ട. അപ്പൊ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് സാത്താൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം. നിങ്ങൾ തന്നെ വ്യാപരിക്കുന്ന സാത്താന്റെ അധികാരങ്ങളാണ് ഈ രക്ഷയെ തടയുന്നത്. അപ്പോൾ രക്ഷപ്പെടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താണ് പുസ്തകം തിരിച്ചു തന്നു. എത്രമാത്രം വെറുപ്പാണ് യേശുക്രിസ്തുവിനോട്. പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് എന്റെ പ്രസംഗം. രക്ഷ പ്രാപിപ്പാൻ നീ എന്ത് ചെയ്യണം? എന്താണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്ത് നമ്മളെന്താണ്, പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ എന്താണ് പട്ടിണിയൊക്കെ കിടന്ന് ജീവിച്ചവരാണ്. ഇപ്പൊ നല്ല വീടായി, കൊട്ടാരമായി, സമ്പത്തായി, ഭൂ ഉടമകളായി, തോട്ടം മേടിച്ചു. രക്ഷ അതല്ല പ്രിയപ്പെട്ടവര്. രക്ഷ എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്. അതായത് ഇച്ചോടെ തെളിച്ചു വെച്ചാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപമോചനം നേടിയോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ എനിക്കറിയാം, നിങ്ങളുടെ 99% ആൾക്കാരും പറയും, ഞങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടില്ല. അത് എവിടെ കിട്ടും? എല്ലാ മതവിശ്വാസികളും ചോദിക്കുന്നു, പാപമോചനം എവിടെ കിട്ടും? അതേ പ്രിയപ്പെട്ട ഒരു കത്തോലിക്കൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാപമോചനം കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെ കിട്ടി? അത് ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോ കിട്ടിയെന്ന് പറഞ്ഞു. എന്തുമാത്രം വ്യർത്ഥമായിരിക്കുന്ന പഠിപ്പിക്കലാണ്. എവിടെങ്കിലും ആരെങ്കിലും തരുന്ന പാപമോചന ചീട്ടുകൊണ്ടോ ഏതെങ്കിലും പള്ളികളിൽ പോയോ കിട്ടുന്ന ഒരു സാധനമല്ല പാപമോചനം. പാപമോചനം സ്വർഗത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. മനുഷ്യർക്കാർക്ക് നിങ്ങളെ വിശുദ്ധന്മാരാക്കി തീർക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പുരോഹിതന്മാർ ഒരു മനുഷ്യനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവം എന്നതിന്റെ അർത്ഥം. അയ്യോ ദൈവമേ, നീ ഏകപരിശുദ്ധൻ പറയുകയും, ഇവൻ ഇതാ നീ പാപിയായിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ട്, പാപിയായിരിക്കുന്ന ഒരു പുരോഹിതൻ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭോഷത്വമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആയാൽ ഈ ഭോഷത്വങ്ങളെല്ലാം ഒന്ന് വിട്ട് ഒന്ന് മാനസാന്തരത്തിലേക്ക് വന്നേ പ്രിയപ്പെട്ടവരെ.